ഇൻ ദ ബിഗിനിങ്, ആദിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വരികയാണ്. ആ ദൈവിക പദ്ധതിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് കടന്നു വരുന്നു, അത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുക. അതിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ എല്ലാവരും മനസ്സിലാക്കാതെ പോകുന്നൊരു വലിയ കാര്യമാണ്, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ദൗത്യമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറയാ, ഏദൻ തോട്ടം കൃഷി ചെയ്യുവാനും നനയ്ക്കുവാനുമായി ദൈവം ആദത്തെ അവിടെ നിയോഗിച്ചു എന്നാണ് പറയാം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 15-ാമത്തെ പദം. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. എന്നിട്ട് പറയാം, അവിടുന്ന് അവനോട് കൽപ്പിച്ച തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ ഫലങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെ കുറിച്ച് അറിവിൻ്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പൊ ഏദൻ തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനുമായി ദൈവം ആദത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഏദൻ തോട്ടം കൃഷി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ ഒരു POC ബൈബിളിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ട്രാൻസ്ലേഷനിൽ വരുന്ന ചില കുറവുകളാണ് അതിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ ട്രാൻസ്ലേഷൻ ചില കാര്യങ്ങൾ കുറവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് എന്ന് പറയുന്നത് ഒവേദ് എന്ന് പറഞ്ഞൊരു വാക്യമാണ്. ഒവേദ് മീൻസ് ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമതൊരു വാക്ക് ഉപയോഗിക്കുന്നത് ഷോമേർ എന്നൊരു വാക്കാണ്, അത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവന് വലിയ ഒരു ദൗത്യമേൽപ്പിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈശോ നമ്മളെ വീണ്ടെടുത്തതിന് ശേഷം, നമുക്ക് രക്ഷ നൽകിയതിന് ശേഷം നിങ്ങളെല്ലാം വീട്ടിൽ പോയിട്ട് ചാരുകസരയിൽ കിടന്ന് ഞാൻ തന്ന രക്ഷ ആസ്വദിച്ച് ചായയും കാപ്പിയും കുടിച്ച് കിടക്കാനല്ല പറഞ്ഞത്. യേശുവിൻ്റെ രക്ഷ അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരിലും യേശു കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. എന്താണ്? നിങ്ങൾ ലോകം മുഴുവൻ പോയി സകല സൃഷ്ടികളെയും ശിഷ്യപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതേ ദൗത്യമാണ് ഏദൻ തോട്ടത്തിലും ആദത്തിനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ തോട്ടത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോഴാണ് ഈ കൃഷി എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. ആക്ച്വലി അതൊരു തോട്ടമല്ല, അതൊരവസ്ഥയാണ്. ത്രിത്വൈക ദൈവത്തിൻ്റെ കൂടെ എല്ലാ കൃപാവരങ്ങളും എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫെക്ഷൻ ആയിരുന്നു. അതേ പെർഫെക്ഷൻ ആദത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ പൂർണ്ണതയിൽ എല്ലാം സൃഷ്ടിച്ച ദൈവം സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ ഒരുക്കിയതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമായി, അതിൻ്റെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഒരു സൃഷ്ടിയായി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കിങ് അല്ലെങ്കിൽ ദ ക്വീൻ അല്ലെങ്കിൽ ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ ആയിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുകയാണ്. ആൻഡ് യു റൂൾ ദ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അവൻ എല്ലാവിധ ഒരു മനുഷ്യന്റെ രീതിയിലുണ്ടാകുന്ന എല്ലാ ആസ്പെക്റ്റിലും അവൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വളർന്നിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് എക്സ്പാൻഷൻ ഓഫ് പാരഡൈസ്. പറുദീസയുടെ എക്സ്പാൻഷനാണ്. അപ്പം ഇത് തന്നെയാണ് ഈശോയും നമ്മളെ വീണ്ടെടുത്തിട്ട് ഏൽപ്പിക്കുന്നത് തന്നെയാണ്. ഈശോ എന്തിനാ വന്നത് ഭൂമിയിൽ? ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി. അപ്പൊ ഈ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിയാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും എല്ലാ കുടുംബങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള ഉത്തരവാദിത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു പോകുന്നതിന്റെ കാര്യം നമ്മൾ ഈ ദൗത്യത്തിലില്ല. നമുക്കിങ്ങനെ ഒരു ദൗത്യമേ ഇല്ല. നമ്മളൊക്കെ നമ്മുടെ രാജ്യവും നമ്മുടെ വീടും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ പ്രോബ്ലം. അപ്പം ഈ ദൗത്യത്തിലേക്ക് നമ്മൾ വരണം. ശുശ്രൂഷിക്കുക. എന്താണ് ഈ നേരത്തെ നമ്മൾ വായിച്ചു, ഭൂമിയിൽ നിറഞ്ഞ് അതിൻ്റെ മേൽ ആധിപത്യമുള്ളവരാകാം. ആധിപത്യം എന്ന് പറയുന്നതിൻ്റെ പേര് 3 കാര്യങ്ങളാണ് സ്വർഗം നമ്മളെ ആധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമ്മൾക്ക് വന്നിരിക്കുന്ന ഒരു അവകാശമോ അധികാരമാണ്. നമ്മൾക്ക് 3 അധികാരങ്ങളാണ് തന്നിരിക്കുന്നത്. രാജകീയ, പൗരോഹിത്യ, പ്രവാചക ദൗത്യമാണ് നമുക്കുള്ളത്. അപ്പം നമ്മളെല്ലാവരിലും ഈ ആധിപത്യം കൊണ്ട് നിറയാന്ന് പറഞ്ഞാൽ വല്ലവൻ്റെ മെക്കെട്ട് കയറി, വല്ലവൻ്റെ കയ്യിലിരിക്കുന്ന പറമ്പ് സ്വന്തമാക്കി, വല്ലവൻ്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ സ്വന്തമാക്കി, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധിയില്ലാത്തവനെ പഠിപ്പിച്ച്, നമ്മുടെ കഴിവ് ഉപയോഗിച്ച് കഴിവില്ലാത്തവനെ സേവിച്ച് എങ്ങനെയും കുറേ കാര്യങ്ങൾ നേടുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ രാജകീയ, പൗരോഹിത്യ, പ്രവാചക ദൗത്യമാണ്. മനുഷ്യന് ദൈവം എല്ലാ ജീവജാലങ്ങൾക്കും പേരിടാൻ ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു. ദൈവമല്ല ഇതിനൊന്നും പേരിട്ടത്, മനുഷ്യനാ പേരിട്ടത്. സിംഹം, കടുവ, അത് ആല്, അല്ലെങ്കിൽ ഈട്ടി, നക്ഷത്രം ഇതെന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിനും ഈ ലോകത്ത് കാണുന്ന എല്ലാ സാധനത്തിനും പേരിട്ടിരിക്കുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യന് പേരിടാൻ കൊടുത്തിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ യു ഹാവ് എ പ്രൊഫറ്റിക് റോൾ. ഹല്ലേലൂയ. നമുക്കൊരു പ്രവാചക ദൗത്യമുണ്ട്. എന്താണ് ആ പ്രവാചകന്റെ ദൗത്യം? ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ കേൾപ്പിക്കുക. ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ഒരു ശബ്ദം. ആരാണത്? സ്നാപയോഹന്നാൻ. ഹി വാസ് എ പ്രോഫറ്റ്, ലാസ്റ്റ് പ്രോഫറ്റ്. എന്താണ് ഈ പ്രവാചകന്മാരുടെ ഉദ്ദേശം? എന്താ? ഓരോ കാലഘട്ടത്തിൽ ആ ലോകത്തിലെ മനുഷ്യർക്ക്, പ്രത്യേക ദൈവജനത്തിന് ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി കൊടുക്കുക, ദൈവസ്വരം ഭൂമിയിൽ എത്തിച്ചു കൊടുക്കുകയാണ് പ്രവാചക ദൗത്യം. പാദത്തിനെ ഏൽപ്പിച്ചിരുന്ന ആ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞ ദൗത്യത്തിൽ ഒന്നതാണ്. രണ്ടാമത് രാജകീയ അധികാരമുണ്ട്, ഭരിക്കുക. അപ്പൊ ഈ ഭരണം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഭരണമല്ല. ഇന്ന് ലോകത്ത് നടക്കുന്ന ഓരോരുത്തർ അവർക്ക് തോന്നിയ രീതിയിൽ ഭരിക്കുകയാണ്. ദൈവപിതാവിൻ്റെ സ്നേഹവും കരുണയും സത്യവും നീതിയും ഈ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടപ്രപഞ്ചങ്ങൾക്കും നൽകിക്കൊണ്ട് ദൈവപിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും നയിക്കുക, ഭരിക്കുക എന്നുള്ളതാണ് ആ രാജകീയ ദൗത്യത്തിൻ്റെ ഉദ്ദേശം. ഇതാണ് ശുശ്രൂഷിക്കുക അല്ലെങ്കിൽ കൃഷി ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമാണ് പൗരോഹിത്യം. അപ്പം ഈ നമ്മൾ ചുറ്റുപാടുള്ള മനുഷ്യർക്ക് നീതി, സമാധാനം, സന്തോഷം ഇതെല്ലാം പ്രദാനം ചെയ്തു കൊടുക്കുക. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി നിങ്ങളൊരു തൊഴിലിലാണെങ്കിൽ നിങ്ങളുടെ തൊഴിൽ ശാലയിലുള്ള എല്ലാ മക്കൾക്കും, നിങ്ങളൊരു സമൂഹത്തിലാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള മനുഷ്യർക്കെല്ലാം ഈ ദൈവത്തിൻ്റെ നീതി, സമാധാനം, സന്തോഷം, ഇത് വിശുദ്ധി, ഇതെല്ലാം മറ്റുള്ളവർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് രാജകീയ ആ ദൗത്യത്തിൻ്റെ ഉദ്ദേശം. മൂന്നാമത്തെ ഉദ്ദേശമാണ് പൗരോഹിത്യം. എന്താ പൗരോഹിത്യം? ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. 2 മേഖലയിലാണ് പൗരോഹിത്യം നിൽക്കുന്നത്. ഒന്ന്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുക. അത് സഭ ആർക്ക് കൊടുത്തിരിക്കുന്നു? സഭ പുരോഹിതർക്ക് കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ കാര്യമുണ്ട്, രോഗങ്ങളുടെ അടിമത്തത്തിൽ മനുഷ്യരെ മോചിപ്പിക്കുക, പൈശാചിക പീഡകൾ അടിമത്തം മക്കളെ മോചിപ്പിക്കുക. ഇതിനുള്ള അധികാരം നമുക്ക്, ഇതാണ് പൗരോഹിത്യം. ഒപ്പം നമ്മുടെയും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന മക്കളുടെ എല്ലാം ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ 3 ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ ഉത്തരവാദിത്തങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇതെല്ലാം ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റുള്ളവരെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ദൈവരാജ്യം ഈ ഭൂമിയിൽ വളർത്തുക, ഇതാണ് നമ്മളുടെ പ്രഥമമായ വിളി. മാമോദീസ സ്വീകരിച്ചിട്ടുള്ള എല്ലാ ക്രിസ്ത്യാനിയുടെയും ദ പ്രൈമറി ഡ്യൂട്ടി, സഭ പഠിപ്പിക്കുകയാണ് കാറ്റഗിസത്തില്, ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് എ ബാപ്റ്റൈസ്ഡ് ക്രിസ്ത്യൻ ഈസ് ടു ഇവാഞ്ചലൈസ് ദ വേൾഡ്. ഈ ലോകത്തെ സുവിശേഷവൽക്കരിക്കുക. ഈ ലോകത്തിൽ ദൈവപിതാവിൻ്റെ യേശുക്രിസ്തുവിലുള്ള ആ രക്ഷ, ആ ദൈവ കരുണ, ഈ സ്നേഹം, ഈ നീതി, ഈ സമാധാനം ഈ ലോകത്തിൽ സ്ഥാപിതമാക്കുക എന്നുള്ളതായിരുന്നു ആദത്തെ ഏൽപ്പിച്ചിരുന്ന ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ഏൽപ്പിച്ചു പറയുന്നതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പം ഇതിൽ നിന്നെല്ലാം വീണുപോയി ആദവും ഹവ്വയും. സ്വന്തം ജീവിതം, സ്വന്തം ഇഷ്ടം, സ്വന്തം താല്പര്യം, സ്വന്തം രാജ്യം വിസ്തൃതമാക്കാൻ പോയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ എല്ലാ കൃപകളും എല്ലാ കാരുണ്യവും നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം ഈ ദൗത്യം
നമ്മൾ എല്ലാവരും ഏറ്റെടുത്ത് ചെല്ലണം. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നിങ്ങളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ $1 മില്യൺ ഒരു ചോദ്യമുണ്ട്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ പിടികിട്ടത്തില്ല. 1,00,000 രൂപ എന്ന് പറയും. 1,00,000 രൂപ സമ്മാനം തരുന്നൊരു ചോദ്യം നിങ്ങൾക്ക് തരാൻ പോവാ. പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർ, മാതാപിതാക്കൾ, നിങ്ങളെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. ക്വസ്റ്റ്യൻ: എന്തിനാണ് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ഒരുവൻ എന്തിന് യേശുവിൽ വിശ്വസിക്കണം? ഉത്തരം തരുന്ന ആൾക്ക് 1,00,000 രൂപ തരാം. ഓക്കെ, ക്രിസ്ത്യാനികളാണ് നമ്മൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുന്നവരാണ്, വേറെ ദൈവങ്ങൾ നിങ്ങൾ ആരാധിക്കുന്നവരല്ല. പക്ഷേ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്, എന്തിനാണ് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നത്? ആർക്ക് പറയാം? പറയുന്ന ആൾക്ക് സമ്മാനം തരാം. നിങ്ങളുടെ പുസ്തകത്തിലോ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി. ഉത്തരം ഞാൻ പുറകെ പറയാം, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരാളോടൊന്ന് പറയാം. അടുത്തിരിക്കുന്ന ആളോട് പറയാം. നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്ന എല്ലാവരും, നിങ്ങൾക്ക് അറിയുന്ന ഒരു സാധനം ഒന്ന് പറഞ്ഞേക്ക്. കാരണം നേരത്തെ ഞാൻ ഈ ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സമ്മാനം ഉറപ്പാണ്, പക്ഷേ കറക്റ്റ് ആയിരിക്കണം. അപ്പം അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കാം, എന്തിന് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു? 1 മിനിറ്റിൽ പറയണം. പറയൂ. ITB കോൺഫറൻസ് കൂടിയിട്ട് 1,00,000 രൂപയായിട്ട് പോകുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇനി ആ ഉത്തരത്തിനോട് ഏകദേശം അടുത്ത് വന്ന 75,000 രൂപ തരും. കുറച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ 50,000 രൂപ തരും. ഓക്കെ, ഇനി അതിലും കുറച്ച് ഇത്തിരി താഴെയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ തരും. മിനിമം അതിൻ്റെ അടുത്ത് വന്നവർക്ക് 5,000 രൂപ വെറുതെ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ ഇത്രയധികം സമ്മാനമുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു അടുത്തിരിക്കുന്നത്, ഞാൻ എന്തിന് യേശുവിൽ വിശ്വസിക്കുന്നു? അല്ലെങ്കിൽ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്, ഒരു മനുഷ്യൻ എന്തിന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം? എന്തിനാണ്? ആത്മരക്ഷയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ ശരിയാണ്, ആത്മരക്ഷയാണ്. ഈ ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടില്ല? നിത്യജീവൻ. വെരി ഗുഡ്. അപ്പൊ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് സ്വർഗരാജ്യം. അപ്പൊ ഓരോ ചോദ്യത്തിന് നിങ്ങൾ ഓരോരോ അതെന്താന്ന് അറിയണം. ഏതായാലും നിങ്ങൾ ഒരു 250 രൂപയുടെയൊക്കെ വകുപ്പായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ആത്യന്തികമായ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ഈവിൾ, യു നോ വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഈവിൾ ഇൻ ദ വേൾഡ്? കൊലപാതകം, വ്യഭിചാരം, വിഗ്രഹാരാധന, ഇങ്ങനെ കുറെ കാര്യമുണ്ട്. എന്നാൽ ഏറ്റവും വലിയ ഈവിളാണ് അജ്ഞത. എന്താണ് അജ്ഞത? ഹോസിയയുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം പറയുന്നു, എൻ്റെ ജനം, എൻ്റെ ഛായയിൽ സൃഷ്ടിച്ച ജനം, എൻ്റെ നാമത്തിൽ സൃഷ്ടിച്ച ജനം, എൻ്റെ സ്വന്തം ജനം എന്തുകൊണ്ട് നശിക്കുന്നു? ഹോസിയ പ്രവചനം പറയാ, അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു. അറിവില്ലാത്ത ജനം നശിക്കുന്നു. ഈ അജ്ഞത എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനമില്ലായ്മ. നമ്മൾ ഈ ഭൂമിയിൽ സ്വന്തമാക്കേണ്ടത് ജ്ഞാനമാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് അറിവുകളൊക്കെ നേടിയാൽ മതി. ഒരു കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ 100 രൂപ കൊടുത്താൽ 85 രൂപയാണ് സാധനത്തിന്റെ വില, ബാക്കി 15 മേടിക്കണം എന്നുള്ള ഒരു ബേസിക് മാത്തമാറ്റിക്സ് അറിഞ്ഞാൽ മതി. അത്യാവശ്യം പറ്റുന്നതല്ലോ പഠിക്കുക. അല്ലാണ്ട് ഇതെല്ലാം പഠിച്ച് ഗ്രഹിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മക്കളെ പഠിപ്പിക്കേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ ചേരും, നമ്മൾ എങ്ങനെ നിത്യതയിലെത്തും, നമ്മൾ എങ്ങനെ ദൈവത്തെ പ്രാപിക്കും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതെന്നും എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവെന്നും നമ്മൾ അറിയണം. ദർ ഇസ് എ പർപ്പസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം നിങ്ങൾക്കിപ്പോൾ കുറേ കാലുവേദന, ഇപ്പം എനിക്ക് കുറേ കാലുവേദന ഉണ്ട്, എൻ്റെ കാലെല്ലാം മുറിഞ്ഞിട്ട് അയ്യോ ഭയങ്കര വേദനയാണേ, കർത്താവെ രക്ഷിക്കണേ, നടക്കാൻ മേലെ, അയ്യോ 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 എന്ന് പറഞ്ഞാൽ കരഞ്ഞാലൊന്നും ദൈവം എൻ്റെ കാലുവേദന എടുത്ത് മാറ്റില്ല. കാരണം ഈ ലോകത്ത് എന്തോരം പേര് കാല് മുറിഞ്ഞ് കിടക്കുന്നു. എല്ലാവരെയും കാലുവേദന ദൈവം മാറ്റുന്നുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ കരുതി എന്നെ മാറ്റുന്നത് എങ്ങനെയാ? മാറ്റത്തില്ല.
എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടണമെങ്കിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു. വാഷിംഗ് മെഷീൻ മേടിച്ചിട്ട് എന്തിനാണ് വാഷിംഗ് മെഷീൻ മേടിക്കുന്നത്? തുണി അലക്കാനാണ്. അതിൻ്റെ അകത്ത് വീട്ടിലെ കുറേ എന്താ പറയുക, ഈ ഇതില്ലേ മിക്സി, പിന്നെ ഈ ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന തിരിക്കുന്ന സാധനമില്ലേ, ഇത്, പിന്നെ കുറച്ച് പാത്രങ്ങൾ, ചട്ടകം, ചീനച്ചട്ടി, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് കലക്കി അങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ പറയാം അത് കേടായിപ്പോയി സാർ, ഇത് കേടായിപ്പോയി. ഇത് കേടാകാനൊരു വഴിയില്ലല്ലോ, അത് കേടായിപ്പോയി സാർ, അത് എന്തെങ്കിലും ശരിയാകുന്നില്ല. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. അല്ല, അത് നിങ്ങളുടെ സാധനം ശരിയായില്ല, അത് ആകെ ഭയങ്കര ഒച്ചപ്പാടും പോലെ. ഒച്ചപ്പാടാ? എന്തൊച്ചപ്പാട്? പിന്നെ ആ മിക്സി ഇട്ടപ്പോൾ ആകെ ഭയങ്കര ഒച്ചപ്പാടായിപ്പോയി. ആ ജാർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്സിയാ, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചീനച്ചട്ടി ഇട്ടായിരുന്നു. സഹോദര, ഇത് ഇവിടെ ശരിയാക്കൂല. കാരണം ഇതുണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് സൗകര്യമുള്ള സാധനം ഇടാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ തിരിച്ചു വന്ന സാധനം റെഡിയായി കിട്ടുമോ? ഇല്ല. ഇതുപോലെ തന്നെയാണ് ദൈവവും. ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ആ ഉദ്ദേശമനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസത്തിലുള്ള ജീവിതം. ആ ഉദ്ദേശത്തിൽ നിന്ന് നമ്മൾ മാറി ഏതെങ്കിലും വഴിക്ക് പോയിട്ട് കാല് മുറിഞ്ഞു വണ്ടി കയറി എന്ന് പറഞ്ഞാലൊന്നും ദൈവം ഇടപെടത്തില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ചില അടയാളങ്ങൾ ദൈവം തരുന്നത്. എന്തിനാണ് കർത്താവേ ഈ കാലിന് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്? നീ ശരിക്കും ആത്മശോധന ചെയ്തു കഴിഞ്ഞാൽ ദൈവം അതിനുള്ള ഉത്തരം തരും. ആ ഉത്തരം തന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. പോരാ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്ക്. ഇതെല്ലാം ദൈവ പരിപാലനയുടെ അടയാളങ്ങളാണ്. ബെസ്റ്റ് പരിപാലന അല്ലേ? എന്താണ് നന്മ എന്ന് പറയണത്? ചില ആൾക്കാർ എന്നെ കുറേ പേര് ഇവിടെ എൻ്റെ സഹോദരനൊക്കെ പ്രാർത്ഥിക്കണം. നമ്മുടെ ജോസിയൊക്കെ ദിവസം വന്ന് പ്രാർത്ഥിക്കാണ്. കുറേ പ്രാർത്ഥിച്ചാൽ ജോസി പറയാ, ചേട്ടാ ഇതങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ, എൻ്റെ വല്ല കുഴപ്പമാണോ? അപ്പം ഞാൻ പറഞ്ഞു താൻ ശരിയല്ല, അതുകൊണ്ടാണ് ശരിയാകാത്തത്. അപ്പോൾ പുള്ളി കുറച്ചുകൂടി ഒരുങ്ങിയിട്ട് വരുന്നതാണ്. പുള്ളി 2-ാം ദിവസം ഞാൻ കുമ്പസാരിച്ചിട്ടൊക്കെ പുള്ളി വന്നിട്ട് പിന്നെയും പ്രാർത്ഥിക്കും. പിന്നെയും പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം വേണം ഇതിനൊക്കെ വീർത്തിരിക്കുകയാണ്. ഇതങ്ങോട്ട് ശരിയാകത്തില്ലല്ലോ. കുറേ അറിഞ്ഞ് ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, തൻ്റെ കുഴപ്പമല്ല, ഇതിനൊരു പദ്ധതിയുണ്ട് ദൈവത്തിന്. ആ പദ്ധതി പൂർത്തിയായാലേ ഇത് ശരിയാവുള്ളൂ. അതുകൊണ്ട് തൻ്റെ പ്രാർത്ഥനയുടെ കുഴപ്പമല്ല, ഇതിനൊരു ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതിപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നില്ല. അപ്പം അത് ഒരു ഉദ്ദേശമാണ്. അതറിയാവുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല, ഇതെൻ്റെ നന്മയ്ക്കാണ്. അപ്പം എന്താണ് ഈ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. പരമനന്മയായ ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പറയുന്ന കാര്യമാണ് നന്മ. എന്താണ്? പരമനന്മയായ ദൈവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളെല്ലാം നന്മയാണ്. ഞാൻ സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനായി ജീവിച്ച് മരിക്കുന്നത് തീരുമാനിച്ച ഒരാളാണ്. അപ്പം എൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്നെ വിശുദ്ധീകരിക്കുന്ന ഒരു ഘടകമാണ്. ഞാൻ അടുത്ത ദൈവിക തലത്തിലേക്ക് വളരാനുള്ള ഒരു വലിയ അനുഗ്രഹമാണ് ഈ കാലിൽ കിട്ടിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണിത് നന്മ എന്ന് പറയുന്നത്. അല്ലാതെ ഇത് മാറിയിട്ട് ഞാൻ നാളെ പറക്കാൻ വേണ്ടിയിട്ട്, ഞാൻ കാലില്ലാത്തവന് ചിറക് വെച്ച് പറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല നന്മ. നമ്മൾ പരമനന്മയായ ദൈവത്തെങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുവാൻ വേണ്ടി നമ്മളെ സ്നേഹിക്കുന്ന ദൈവം ചിലപ്പോൾ നിനക്കൊരു അനുഗ്രഹം കിട്ടിയാലായിരിക്കും നീ കുറെ കൂടി ദൈവത്തിലേക്ക് അടുക്കുന്നതെങ്കിൽ ദൈവം അനുഗ്രഹം തരും. ഒരു വേദന തന്നാലാണ് നീ ദൈവത്തെങ്കിലേക്ക് കുറച്ച് അടുക്കുന്നതെങ്കിൽ ആ വേദന തരും. ഒരു സാമ്പത്തിക നഷ്ടം തന്നാലാണ് നീ ദൈവത്തെങ്കിലേക്ക് അടുക്കുന്നതെങ്കിൽ അത് തരും ദൈവം. ഒരു അപമാനമാണ് വേണമെങ്കിൽ അത് ദൈവം തരും. അപ്പം നമുക്ക് ജീവിതത്തിൽ അതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാം നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. പോരാ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം, അത് വീഴ്ചയായാലും തകർച്ചയായാലും ദുരിതമായാലും കഷ്ടപ്പാടായാലും മുറിവായാലും സാമ്പത്തിക നഷ്ടമായാലും അപമാനം നിന്ദന എന്തായാലും അതെന്താണ്? അത് നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നതിൻ്റെ പേരാണ് വിശ്വാസം. ആയതിനാൽ ഇന്ന് മുതൽ ജീവിത പങ്കാളിന്റെ ഒരു പ്രവൃത്തി ഓർത്ത് നാളെ മുതൽ കുറ്റമോ സങ്കടമോ പരിഭവമോ പറയാൻ പാടില്ല. ഹല്ലേലൂയ. പോരാ, അല്ലേലും വയ്യാന്നല്ല, ഹല്ലേലൂയ. മനസ്സിലായില്ലേ? കാരണം അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്താ നന്മ? എന്നെ ദൈവീകനാക്കാൻ വേണ്ടിയിട്ടാണ്.
കാരണം എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഉദ്ദേശം എന്താ? ഞാൻ ദൈവീകനായി മാറണം, ഞാൻ ദൈവത്തെ പോലെ ആയി മാറണം, ഞാൻ ദൈവത്തിൻ്റെ മകനായി മാറണം. ഏത് മകൻ? ആ പുത്രനെ പോലെ ആകണം. പെർഫെക്ഷൻ. സോ ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് പെർഫെക്റ്റ്. അപ്പൊ ഈ പെർഫെക്ഷനിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു വലിയ, എന്താ പറയാ, ഒരു വർക്ക്ഷോപ്പിലാണ് പിതാവായ ദൈവമെന്ന് സെയിന്റ് ഇഗ്നേഷ്യസ് ലോയോള പറയും, അല്ലേ? പിതാവായ ദൈവം ഒരു പണിപ്പുരയിലാന്ന് പറയും. എന്ത് പണിപ്പുരാന്നറിയോ? തൻ്റെ പുത്രൻ, ഉത്ഥാനം ചെയ്ത പുത്രന്റെ മഹത്വത്തിലേക്ക് നമ്മളെ രൂപപ്പെടുത്തുന്ന ഒരു പണിപ്പുരയിലാണ്. അപ്പൊ ഈ മഹത്വത്തിലേക്ക് മാമോദീസ സ്വീകരിച്ച എല്ലാവരെയും ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പൊ അതിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം പലരെ ഉപയോഗിക്കും, പല സാഹചര്യങ്ങൾ ഉപയോഗിക്കും, പല സംവിധാനങ്ങൾ ഉപയോഗിക്കും. അപ്പൊ ആ സംവിധാനങ്ങൾ നമ്മുടെ ചിലത് നമുക്ക് നല്ല അനുഗ്രഹമായിരിക്കും, ചിലത് നമുക്ക് ഇച്ചിരി വേദന ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ അതെല്ലാം എന്തിനുള്ളതാണ്? ഈ ആത്യന്തിക നന്മയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തെ, ഞാനുമായിട്ട്, നമുക്കാർക്ക് ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നമുക്കാർക്ക് ഭൂമിയിൽ ഒറ്റയ്ക്ക് ജനിച്ചു വീഴാൻ പറ്റത്തില്ല. വി നീഡ് സപ്പോർട്ട്, അല്ലേ? നമ്മൾ ഭൂമിയിൽ ജനിച്ച് 9 മാസം ഗർഭത്തിലായി, അല്ലേ? ഇവിടെ ഇരിക്കുന്ന അമ്മമാരുണ്ട്, ഞാൻ അമ്മമാരെ ഒത്തിരി വണങ്ങുന്ന അമ്മമാരാണ്. അപ്പോൾ എന്നാലും 9 മാസമായി കഴിഞ്ഞപ്പോൾ 1 പ്രസവമായി കഴിഞ്ഞാൽ അങ്ങോട്ട് മാറിയിരുന്ന പ്രസവം നടക്കുമോ? ഇല്ല. നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതാര് കൊണ്ടുവരണം? അതാ സമയമാകുമ്പോൾ ദൈവമാണ് അവിടെ പുറത്ത് കൊണ്ടുവരും. ഒരു കുഞ്ഞിനെ രൂപപ്പെടുത്തുന്ന ആരാണ്? അമ്മയാണോ? അല്ല, അമ്മയ്ക്കൊരു റോളും ഇല്ല, വെറുതെ നിന്ന് കൊടുക്കാന്ന് പറയേ. ഇതുപോലെ 139 സങ്കീർത്തനത്തിന് നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ നിന്നെ വിസ്മയനീയനായി സൃഷ്ടിച്ചു. ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത്. ഇടികൊണ്ട് താഴെ കിടക്കുമ്പോൾ ഡോക്ടർ പറയാ കാലം നനക്കിയെന്ന് പറയും. ഞാൻ പറയും ഇങ്ങനെ അനങ്ങുന്നുണ്ട്, ഒന്ന് മേപ്പോട്ട് വയ്ക്കാന്ന് പറയാം. പൊങ്ങണില്ല. എന്താ പൊങ്ങാത്ത? അതിനെ ഇവിടെ ഒരു ഞരമ്പുണ്ട്, ആ ഞരമ്പ് വർക്ക് ചെയ്താലേ പൊന്തുള്ളൂ. അങ്ങനെയുണ്ട്. ആ ഞരമ്പ് ഡാമേജായി കിടക്കുക, അപ്പൊ ഇങ്ങോട്ട് പൊന്തൂല. അപ്പോഴാണ് സങ്കീർത്തനം മനസ്സിൽ വിസ്മയനീയ. ഇത്ര നാൾ ഓടി നടന്നപ്പോൾ ഞരമ്പുണ്ടോ? ഞരമ്പ് ഇതുവല്ല നമുക്ക് വല്ല വിവരം ഉണ്ടായിരുന്നു? ഒരു ബോധവും ഇല്ല, ചുമ്മാ ഓടുകല്ലേ. ഇതൊക്കെ നമ്മുടെ കഴിവുകൊണ്ട് നടക്കാന്ന് പറയാം. ഇതൊന്ന് തിരിച്ചു പൊക്കിയെന്ന് പൊങ്ങുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഈ വചനത്തിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായത്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ നിന്നെ വിസ്മയനീയ. എന്തോരം നന്ദി പറയണം. ഈ കഴിഞ്ഞ മാസം മുഴുവൻ നന്ദി പറച്ചിലായിരുന്നു. കാരണം കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരു രോഗം ഇല്ലായിരുന്നു, ഒരു ഇഞ്ചക്ഷൻ പോലും കിട്ടിയില്ല. എല്ലാവരും കുഴപ്പം, അത്യാവശ്യമൊക്കെ നന്ദി പറയും. ഇപ്പോഴാണ് മനസ്സിലായത് നന്ദി പറഞ്ഞാലൊന്നും തീരുന്നില്ല. കാരണം ഒരു ഞരമ്പ് പോയപ്പോൾ തന്നെ പരിപാടി തീർന്നു. അപ്പൊ ബാക്കി എന്തെല്ലാം കിടക്കുന്നു? ബാക്കിയെല്ലാം വളരെ ഫുൾ ഫങ്ഷനാ. അപ്പൊ നമ്മുടെ വിചാരം എന്താ വെച്ചാൽ ഇത് പോയി കഴിഞ്ഞപ്പോൾ ആകെ അപ്സെറ്റാ. ആകെപ്പാടെ ഒരു ഞരമ്പേ പോയിട്ടുള്ളൂ, ബാക്കി 25,000 ഞരമ്പ് അങ്ങേട്ട് നടക്കുന്നുണ്ട്. അതിനോർത്ത് നന്ദി പറഞ്ഞ അത് എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ ഈ ഞരമ്പ് ശരിയാക്കി തരണം. അവിടെയാണ് ആ പ്രശ്നം. അപ്പം നമ്മളൊക്കെ എത്ര നന്ദി പറയണം എന്നുള്ള കടപ്പാടുണ്ട് മക്കളെ.